അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പല ജോലിയായിട്ട് ഏജൻസികൾ വഴിയോ അല്ലാതെയോ ആയിട്ട് പല ജോലികൾക്ക് വേണ്ടി നമ്മൾ മാൾട്ടയിൽ വരുന്നുണ്ട്. അപ്പോൾ എന്നെപ്പോലെ ഞാനും ഒരു ഏജൻസി ത്രൂ വന്ന ആളാണ്. അപ്പോൾ നമുക്ക് പലർക്കും പല അനുഭവങ്ങളായിരിക്കും, പലതരം ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മളിവിടെ വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഓരോ ജോലിക്ക് എന്തോരം എന്തൊക്കെ ജോലികളാണ് കൂടുതലായിട്ട് മാൾട്ടയിൽ ഉള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ജോലികൾക്കായിരിക്കും നമ്മളിവിടെ കൊണ്ടുവരുന്നത്, വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടി വരും, എത്ര അവേഴ്സ് ജോലി ചെയ്യാൻ പറ്റും, പിന്നെ അങ്ങനെ ആ ഒരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് നേഴ്സിൻ്റെ ജോലി ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിച്ചതൊക്കെ ആയിട്ട് ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങളും അങ്ങനെയുള്ള വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരുടെ അനുഭവം ഒന്നുപോലെ ആവണമെന്നില്ല, നമ്മളെ വിമർശിക്കുന്ന ആൾക്കാർ കുറേ കാണും. ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം, എന്നെപ്പോലെ സാധാരണക്കാരായ പല ആൾക്കാരും പല ഏജൻസി ത്രൂവും അല്ലാതെയുമായിട്ട് നേരിട്ടും ഫ്രണ്ട്സ് വഴിയൊക്കെ ഇവിടെ വന്നവരുമാണ്. അവർക്ക് ഒരു മോശം നമ്മൾ തെറ്റിദ്ധാരണയും കൊണ്ട് വന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന വീഡിയോ കേട്ടോ. ആരെയും മോശം പറയാനോ ഒരാളിനെ കുറ്റം പറയണതോ അല്ലെങ്കിൽ അങ്ങനെ വേറൊരാളിനെ നെഗറ്റീവായിട്ട് പറയുന്ന ഒന്നുമല്ല. എൻ്റെതായിട്ടുള്ള രീതിയിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നതേ ഉള്ളൂ. ഞാൻ ആദ്യം എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്, മാൾട്ട നല്ലൊരു രാജ്യമാണ്. ഒരിക്കലും നമുക്ക് മോശം ഇവിടെ വന്നിട്ട് നമ്മൾ നശിച്ചുപോയി എന്ന് പറയേണ്ട ഇടം ഒരിക്കലും വരില്ല. യൂറോപ്യൻ യൂണിയനിലുള്ള തന്നെയാണ് ഒരു രാജ്യമാണ് മാൾട്ടയും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് യൂറോപ്യനിൽ കിട്ടുന്ന കുറേ നമ്മുടെ ഫ്രീഡം കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം നമുക്ക് ഇവിടെ മാൾട്ടയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ നിയമങ്ങളായിരുന്നാലും കുറേ ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ നമുക്ക് അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നല്ല ബെനിഫിറ്റ് തന്നെയായിരിക്കും. നാട്ടിൽ നമ്മൾ കഷ്ടപ്പെടുന്നതിനെ അപേക്ഷിച്ച് ഒരു യൂറോപ്യൻ രാജ്യത്ത് വന്ന് ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റുകൾ വളരെ വലുതാണ്. അതിൽ കമ്പാരിറ്റീവ്ലി വലിയ ഒരു രാജ്യത്ത് വരുന്നതിനെ അപേക്ഷിച്ച് മാൾട്ടയിൽ കുറേ കുറവുകളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് വഴി നോക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് നേഴ്സിൻ്റെ ജോലിയെക്കുറിച്ച് ഞാൻ പറയാം. ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു തീരെ മോശമല്ലാത്തൊരു സാലറി നമുക്ക് കിട്ടും ഇവിടെ. പക്ഷെ അതിനനുസരിച്ച് ജോലി ഭാരമുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനി ഏതാണോ അതിനനുസരിച്ച് നമ്മുടെ ജോലി വ്യത്യാസം വരും. നമ്മൾ ചിലപ്പോൾ കുറേ ആൾക്കാർ ഹോമിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും, കെയർ ഹോമുകളിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും നഴ്സായിട്ട്. ചില ആൾക്കാർ ഹോസ്പിറ്റലിൽ തന്നെ ഡ്യൂട്ടി ചെയ്യുന്നതായിരിക്കും. ഹോസ്പിറ്റൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. നാട്ടിലുള്ളതുപോലെ തന്നെയാണ് നമുക്ക് തരുന്ന വർക്കുകൾ നമുക്ക് ആ ഒരു അതായത് നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ഹോസ്പിറ്റലിലുള്ള അതായത് എന്തൊക്കെ പ്രൊസീജിയറുകളാണോ ഡോക്ടർ വരുന്ന മെഡിക്കേഷൻ ഡോക്ടേഴ്സിൻ്റെ ഓർഡർ ക്യാരി ഔട്ട് ചെയ്യുക, മെഡിക്കേഷൻ പിന്നെ എനിക്ക് തോന്നുന്ന കുറച്ചുകൂടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ ആണെങ്കിൽ ഒരു 100 പേഷ്യൻറ്റിന് 1-2 നഴ്സുമാർ ടേക്ക് കെയർ ചെയ്യുമ്പോൾ വലിയ വാർഡുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും. അത്രയും റിസ്ക് എടുത്ത് നമ്മൾ ഭയങ്കര തിരക്കിട്ട് ജോലി ചെയ്യുന്ന ആ ഒരു രീതി മാറിയിട്ട് ഒരു 15 അല്ലെങ്കിൽ 20 പേഷ്യൻ്റ് ആയിരിക്കും ചിലപ്പോൾ ഒരു വാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും ഫെസിലിറ്റി അതിൽ തന്നെ അതിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു 5 പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ഒരു 6 പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് ഒരു നഴ്സ് ഉണ്ടാവും. ആ റേഷ്യോയിലായിരിക്കും സാധാരണ വാർഡുകളിൽ പോലും ഞാൻ MDHൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ, മാറ്റർഡേ ഹോസ്പിറ്റലിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, ഒരു നഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ സമാധാനമായിട്ട് ആ 5 പേഷ്യൻറ്റിന് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന നല്ല കെയർ കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയായിരിക്കും അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ശരിക്കും നമ്മളിപ്പോൾ 50 പേഷ്യൻറ്റിന് ഒരു നഴ്സിന് കൊടുക്കുമ്പോൾ അവരുടെ ജോലി ഭാരത്തിൻ്റെ വ്യത്യാസവും അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ടെൻഷൻ ആ ഒരു സമയത്തിനനുസരിച്ച് ഓടിയെത്തി. അപ്പോൾ എന്തായാലും നമ്മളൊരു ഹാൻഡ് ഓവർ വാങ്ങി ഒരു ഡ്യൂട്ടിക്ക് കയറുന്നത് മുതൽ വൈകിട്ട് നമ്മളൊരു ഹാൻഡ് ഓവർ കൊടുത്ത് തിരിച്ച് നമ്മൾ ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങുന്നവരെ നമ്മൾ അനുഭവിക്കുന്ന ടെൻഷന് വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ എത്തിയാൽ പോലും നമ്മളെ വിടൂല. ഇങ്ങനെ ബൈ കോളിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, നേഴ്സ് അത് എന്തായി ഇതെന്തായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കും. അത് നാട്ടിലാണെങ്കിൽ ഇവിടെ ആയിരുന്നാലും അങ്ങനെ തന്നെ. അപ്പം നമുക്ക് 5 പേഷ്യൻറ്റ് നോക്കുന്ന ആ ഒരു ലാഘവവും 50 പേഷ്യൻറ്റ് നോക്കുന്ന ലാഘവവും തമ്മിൽ എന്തോരം വ്യത്യാസമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഫ്രീഡം ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു നഴ്സിൻ്റെ മേളിൽ തന്നെ അതിൻ്റെ ഇൻചാർജ് കാണും, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇൻചാർജ് കാണും. അങ്ങനെ സീനിയർ നഴ്സുമാരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ കൂടെ നമുക്ക് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വർക്കായിരിക്കും ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്സിനകത്ത് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ടെക്നീഷ്യന്മാർ എല്ലാത്തിനും ഡിപ്പാർട്ട്മെന്റുകൾക്ക് സെപ്പറേറ്റ്, അതായത് ഇവിടെ ഇഷ്ടംപോലെ കോഴ്സുകളുണ്ട്. എക്സ്ട്രാ നമുക്ക് പഠിച്ച് നമ്മുടെ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പല കോഴ്സുകൾക്കും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസിലുള്ള ജോലിയായിരിക്കും നമുക്ക്. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ TVN നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സ്പെഷ്യാലിറ്റി നഴ്സുമാരുണ്ട്. നേഴ്സിന് ഇപ്പോൾ GNM BSc ANM എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലുള്ളൂ, അല്ലെങ്കിൽ MSc നഴ്സിംഗ് PhD വരെ പോകും. പക്ഷേ ഇവിടെ നമുക്ക് ഓരോ സ്പെഷ്യാലിറ്റി എടുക്കാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും കാറ്റഗറൈസ് ചെയ്തിട്ട് നമുക്ക് മാറി ഒരു സ്പെഷ്യാലിറ്റി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫീൽഡിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കാറ്റഗറി ഓഫ് പീപ്പിളിന് മാത്രം നമ്മൾ ടേക്ക് കെയർ ചെയ്താൽ മതി. അങ്ങനെ തന്നെ നമ്മുടെ ജോലി ആ ഡിപ്പെൻഡ് അതായത് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിനനുസരിച്ച് വ്യത്യാസമായിരിക്കും. ഇതിനൊക്കെ ഡിഫറൻ്റ് ആണ് ഒരു കെയർ ഹോം സെറ്റിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു കെയർ ഹോം നേഴ്സായിട്ടാണ്. അപ്പോൾ എനിക്കത് നല്ലതായിട്ട് അറിയാം. നമ്മൾ ആ ഒരു ഡ്യൂട്ടി സമയത്ത് അനുഭവിക്കുന്ന ടെൻഷൻ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ തന്നേക്കും ഇത്രയും ആൾക്കാർ. ആ ഡ്യൂട്ടി സമയത്ത് നമ്മൾ അവരെ എത്രത്തോളം നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗ് അല്ല ഒരു ഹോം കെയർ സെറ്റിംഗ് അല്ലെങ്കിൽ ഹോമിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അതായത് ഒരു ഡോക്ടർ ഒരിക്കലും ഒരു ഹോമിനകത്ത് ഫിക്സഡ് ആയിട്ട് കാണില്ല.
അപ്പൊ അവരുടെ ഫുൾ കാര്യങ്ങളുടെ കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കും. നമുക്ക് മേളിൽ ലീഡ് കെയറർ, അതായത് നമ്മുടെ നഴ്സുമാരുടെയും അല്ലെങ്കിൽ കെയറേഴ്സിന്റെയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കോർഡിനേറ്റ് ചെയ്യാൻ, അവർ വർക്ക് കോർഡിനേറ്റ് ചെയ്യാൻ ഒരു ലീഡ് കെയർ കാണും. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ഫൈനൽ ഡിസിഷൻ നമുക്ക് എടുക്കാം. ഒരു ഫൈനൽ ഡിസിഷൻ എന്ന് വെച്ചാൽ ഒരു റെസിഡന്റ് സുഖമില്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു വീണ് കിടന്നാൽ പോലും നമ്മൾ ആദ്യം വന്ന് അവരെ ഹാൻഡ് ഓവർ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ പിന്നെ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ലെവലിൽ നമുക്ക് അത്രയും ഡെസിഗ്നേഷൻ പവർ ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്തോരം ടെൻഷനാണ് ആ ഒരു ഫീൽഡിൽ അനുഭവിക്കുന്നുള്ളത് വർക്ക് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു 11 മണിക്കൂർ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മണിക്കൂർ വർക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ 12 മണിക്കൂർ വർക്കിന് കിടക്കുന്ന വെച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു മെന്റൽ പ്രഷർ എന്ന് വെച്ചാൽ ഭയങ്കര വലുതാട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് ആ കിട്ടുന്ന സാലറി ഓക്കെ ശരിയാ, പക്ഷെ അതിനനുഭവിക്കുന്ന നമ്മൾ അനുഭവിക്കുന്ന വിഷമം എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്കും വാല്യൂ ഉള്ളതാണ്. അത് ഈ ഒരു നഴ്സിന്റെ ഫീൽഡ് അനുസരിച്ച്. ഇനി കെയറേഴ്സിന്റെ ഡ്യൂട്ടി കാര്യങ്ങളിൽ വരുമ്പോഴത്തേക്കും പറയാം. കെയറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഹോസ്പിറ്റൽ സെറ്റിംഗ്സിലും അവർക്ക് വ്യത്യാസമാണ്, ജോലി ഹോം സെറ്റിംഗ്സിലും വ്യത്യാസമാണ്. കെയറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതായത് ഒരു നഴ്സിന്റെ അണ്ടറിലായിരിക്കും കെയറേഴ്സിന്റെ ജോലി എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും അതായത് മേളിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ച്. അപ്പോൾ ഒരു റെസിഡന്റ് അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റിന് ഡോക്ടർ എന്താണ് ഇരുന്നത്, അവർക്ക് എന്തൊക്കെ ഫുഡ് കഴിക്കാം, അവരെങ്ങനെയൊക്കെ മൂവ് ചെയ്യാം, അവരെങ്ങനെ വാഷ് ചെയ്യണം, അവരുടെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ഒരു നേഴ്സോ അല്ലെങ്കിൽ ആ ഒരു വാർഡിലുള്ള ഒരു സീനിയർ സ്റ്റാഫ് അല്ലെങ്കിൽ ഡോക്ടർ ആയിരിക്കും ചിലപ്പോൾ തീരുമാനിക്കുന്നത്. പക്ഷേ ആ തീരുമാനിക്കുന്നത് ക്യാരി ഔട്ട് ചെയ്യേണ്ട ആൾക്കാരാണ് കെയറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് അവർക്ക് അവരുടേതായ പൊസിഷനിൽ അവർക്ക് നല്ല വാല്യൂ ഉള്ള ജോബ് തന്നെയാണ്. എന്നിരുന്നാലും അത്ര റിസ്ക്കും കൂടെ ഉണ്ട്. അതായത് ആ ഷിഫ്റ്റിൽ ആരാണോ ഡ്യൂട്ടിക്കുള്ളത് അവരായിരിക്കണം ശരിക്കും ആ റെസിഡന്റ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആൻസർ ചെയ്യേണ്ട ആൾക്കാർ. അപ്പൊ അവരൊരിക്കലും ഒരു റെസ്പോൺസിബിൾ ആയിട്ടോ, ഇപ്പം എനിക്ക് തോന്നുന്നു മാൾട്ടയിൽ മോസ്റ്റ് ഓഫ് ദി കെയറേഴ്സും നഴ്സസ് ആണ്. അതുകൊണ്ട് അതൊരു മോശം ജോലിയായിട്ടല്ല ഞാൻ പറയുന്നത്, നല്ല ജോലിയാണ്, നല്ല ഡെസിഗ്നേഷനോ അവർക്ക് അവരുടേതായ പെർഫോമൻസ് കാണിക്കാൻ പറ്റുന്ന ഒരു ജോലിയും കൂടിയാണ് കെയറേഴ്സിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ റെസ്പോൺസിബിലിറ്റി കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്കും ബുദ്ധിമുട്ടാണ്, നമുക്ക് മേളിലുള്ളവർക്കും ബുദ്ധിമുട്ടാണ്, ഈ പേഷ്യൻസിനും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ കെയറേഴ്സിന്റെ ഡ്യൂട്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, നമ്മളവരെ കെയർ ചെയ്യുന്നു, ഇഞ്ചക്ഷൻ ചെയ്യുന്നു, മെഡിസിൻ കൊടുക്കുന്നു എന്നുണ്ടെങ്കിലും ഫുൾ ടൈം അവരുടെ കൂടെ ഉണ്ടാവുന്നത് കെയറേഴ്സ് ആയിരിക്കും. അപ്പൊ അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ എന്നാ പറയാ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എന്താണോ മേളിൽ നിന്നുള്ള ഓർഡർ അതിനനുസരിച്ച് അവരെ ക്യാരി ഔട്ട് ചെയ്ത് കൊണ്ടുപോവുക. അവരുടെ ഇപ്പം നടക്കുന്നവർ കാണും, വയ്യാതെ കിടപ്പിലായ ആൾക്കാർ കാണും, ഫീഡ് ചെയ്യുന്ന ആൾക്കാർ കാണും. അപ്പൊ അവരുടെ ഫുൾ കാര്യങ്ങൾ ഡെയിലി വൈസ് അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ. ഇനി എനിക്ക് തോന്നുന്നു നാട്ടിലാണെങ്കിൽ നമുക്ക് ചിലപ്പം ഉണ്ണാത്ത പാതി എണീറ്റ് ഓടേണ്ട അവസ്ഥയാണ് ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത്, മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എപ്പോഴും പലപ്പോഴും നമുക്ക് തിരക്കനുസരിച്ച് നമ്മൾ കൊണ്ടുപോകുന്ന ഫുഡ് പോലും കഴിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ അതിനനുസരിച്ച് എനിക്ക് തോന്നുന്നു ഇവിടെ കൃത്യമായിട്ട് നമുക്ക് ബ്രേക്ക് ടൈം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഈ സ്റ്റാഫ് കുറവുള്ള ഹോമുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അങ്ങനെ ഇല്ല കേട്ടോ, റേഷ്യോ ഒക്കെ അത്യാവശ്യം ആവശ്യത്തിനുണ്ട്. ഹോമുകളിലൊക്കെ ആണെങ്കിൽ മാത്രമേ ചിലപ്പോൾ അതിനുള്ള കുറവ് വരുള്ളൂ. അപ്പൊ നമുക്ക് ചിലപ്പോൾ തിരക്ക് അല്ലെങ്കിൽ സ്റ്റാഫ് കുറവ്, എന്തെങ്കിലും എമർജൻസി വന്ന് പേഷ്യന്റ് വിടേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാഫ് കുറവായിരിക്കുമ്പോൾ അതിപ്പോൾ നഴ്സായാലും കെയർ ആയിരുന്നാലും എന്തായിരുന്നാലും നമുക്ക് അതിനനുസരിച്ച് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൃത്യസമയത്ത് പോകാൻ പറ്റില്ല, അങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ. അല്ലാതെ കൃത്യമായിട്ട് അവര് ഇത്ര സമയം 10 മണിക്ക് ടീ ബ്രേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡിന് അതിന് ലഞ്ച് ബ്രേക്ക് ഉണ്ട്, അത് കഴിഞ്ഞ് വൈകിട്ടാകുമ്പോഴത്തേക്ക് വീണ്ടും ടീ ബ്രേക്ക് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മൾ ഓവർ പ്രഷർ അല്ല ചെയ്യുന്നത്, പക്ഷേ നമ്മൾ കൃത്യമായിട്ട് കറക്റ്റ് ആ സമയത്ത് ജോലി ചെയ്ത് തീർക്കാനുള്ള ഒരു കോർഡിനേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് തീർക്കാൻ പറ്റും. ഇതാണ് ഒരു കെയറേഴ്സിന്റെ നഴ്സസിന്റെ തമ്മിലുള്ള ജോലിയുടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി പറയുന്ന വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഞാൻ എൻ്റെ ഒരു ഹോം സെറ്റിംഗ്സിന്റെ ഒരു കാര്യം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഹോമിന്റെ അതായത് എന്തൊക്കെയാണോ അവിടെ എന്തൊക്കെ പണികളാണോ, ഇപ്പൊ ഒരു ഇലക്ട്രീഷ്യൻ കറണ്ട് അടിച്ചു പോയി, അല്ലെങ്കിൽ ഒരു ഇപ്പം കബോർഡ് പൊട്ടി, അല്ലെങ്കിൽ അത് ഒരു എന്തെങ്കിലും സാധനം ഇപ്പൊ ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് വന്നു, ഇതെല്ലാം ചെയ്യുന്ന ഒരാളായിരിക്കണം മെയിൻ്റനൻസ്. അവർക്ക് ഇലക്ട്രീഷ്യൻ പണി അറിഞ്ഞിരിക്കണം, പ്ലംബിംഗ് പണി അറിഞ്ഞിരിക്കണം, അവർക്ക് ഇപ്പൊ ഒരു കാർപ്പന്ററിന്റെ പണി അറിഞ്ഞിരിക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ അതായത് ഒരു ഹോം സെറ്റിംഗ്സിനകത്ത് എന്ത് പ്രശ്നം വന്നാലും എമർജൻസി ആയിട്ട് വന്ന് ആക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം മെയിൻ്റനൻസ് വർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പൊ അവർക്കുള്ള ജോലി സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, പ്ലംബിംഗ് ഇലക്ട്രീഷ്യൻ പണിയൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കയറാൻ പറ്റുന്ന ഒരു മേഖല കൂടെയാണ് ഈ മെയിൻ്റനൻസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും ഈ ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ കൂടുതൽ നടക്കുന്ന ഒരു രാജ്യം. അതായത് ഇവരുടെ ഒരു കൾച്ചർ അനുസരിച്ച് ഇവിടുത്തെ ഈ പള്ളി പെരുന്നാൾ കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഇവരുടെ പ്രോഗ്രാമുകൾ വരുമ്പോഴും ഈ ഫയർ വർക്ക്സ്, ലൈറ്റ് വർക്ക്, ഇതിനൊക്കെ ഭയങ്കര പ്രാധാന്യമുണ്ട്. അപ്പൊ ഇവര് മാൾട്ടയിൽ തന്നെ ഒത്തിരി ഇലക്ട്രീഷ്യൻകാർ കാണുമായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. കാര്യം അത്രയ്ക്ക് ഇവർ പ്രോഗ്രാമുകൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. ഇവർക്ക് ഇതിനു വേണ്ടി ഇവിടെ കോഴ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇവിടെ പഠിച്ചു വരുന്നവർക്കാണെങ്കിൽ വലിയ പ്രശ്നമല്ല. പക്ഷെ നാട്ടിൽ നിന്ന് നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ തന്നെ 6 മാസം 8 മാസത്തെ കോഴ്സുകളുണ്ട്. അത് കണ്ടിന്യൂ ചെയ്ത്, അതായത് നമ്മളിപ്പോൾ ഒരു ജോലിയിൽ ഇരിക്കുവാണെങ്കിലും
ഇവിടുത്തെ രജിസ്ട്രേഷൻ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ആ ക്ലാസ്, അതായത് ഓൺലൈൻ ക്ലാസ് ആയിരിക്കും, ചിലർക്ക് ഓഫ്ലൈൻ ക്ലാസ് ആയിരിക്കും, അതുകൂടെ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ സർട്ടിഫിക്കേഷൻ, അത് എക്സാം ഉണ്ട്, എക്സാം പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സർട്ടിഫിക്കേഷൻ ഉണ്ട്, അതിന് ബെനിഫിറ്റും ഉണ്ട്. അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ നല്ല നല്ല സാലറിയിൽ നല്ലൊരു സെക്ഷൻ പൊസിഷനിലോട്ട് മാറാൻ പറ്റുന്ന ഒരു ജോലിയാണ് ഈ ഇലക്ട്രീഷ്യൻ പ്ലംബിംഗ് സെക്ഷനിലുള്ള ആൾക്കാർക്ക്. പിന്നെന്ന് പറഞ്ഞാൽ ഡ്രൈവേഴ്സ്, അതിപ്പോ ഹെവി ആയാലും ഹെവി ലൈസൻസുകാർക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് കേട്ടോ. ലൈസൻസ്, അതായത് ഡ്രൈവിംഗ് മേഖലയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ലേഡീസും ജെന്റ്സും എല്ലാം ഡ്രൈവിംഗ് അറിയാന്നുള്ള ആൾക്കാർ. എന്ന് പറഞ്ഞാലും പുറത്തു നിന്നുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ ഇവിടെ അവരെന്ത് ചെയ്യുന്ന ഈ പബ്ലിക് ട്രാൻസ്പോർട്ടുകള്, ടാക്സി വണ്ടികൾ, ഇതിലൊക്കെ കൂടുതലായിട്ട്. പിന്നെ ഇവിടുത്തെ ഹെവി, അതായത് ഈ ടിപ്പർ, ഈ എന്നാ പറയുക, മെഷീനറീസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള വലിയ വണ്ടികൾക്കൊക്കെ കൂടുതലും ഞാൻ കണ്ടിടത്തോളം മലയാളീസും ഫിലിപ്പീനികളും പിന്നെ എന്നാ ഈ വേറെ രാജ്യക്കാർ തന്നെയാണ് കൂടുതലുള്ളത്, ഈ മാൾട്ടീസുകാരെക്കാട്ടിലും. അപ്പോൾ അങ്ങനെയുള്ള മേഖല, അതായത് ഡ്രൈവിംഗ്, നാട്ടിൽ നിന്നുള്ള ലൈസൻസും കാര്യങ്ങളും ഉണ്ട്. 1 വർഷം വരെ ഇവിടെ ഓടിക്കാം. അതായത് ചെറിയ വണ്ടികൾക്കാണെങ്കിൽ 1 വർഷം വരെ ഓടിക്കാനുള്ള പെർമിഷൻ ഉണ്ട്. നേരത്തെ ഇവിടെ ഹെവി ഡ്രൈവേഴ്സിനും 1 വർഷം വരെ നാട്ടിലുള്ള ലൈസൻസ് വെച്ച് ഓടിക്കാമായിരുന്നു. ഇപ്പോൾ അത് നാട്ടിലുള്ള ലൈസൻസ് വെച്ചിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റില്ല. ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടുത്തെ ടെസ്റ്റ് എടുക്കണം. അതിൽ മെയിനായിട്ട് സൈഡ് പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടുത്തെ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഇവിടുത്തെ ലൈസൻസ്, മാൾട്ട, അതായത് യൂറോപ്യൻ യൂണിയന്റെ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഹെവിയിലോട്ടൊക്കെ മാറാൻ പറ്റുള്ളൂ. പക്ഷെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സാലറിയോട് കൂടിയുള്ള പാക്കേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ജോലിയാണ് ഡ്രൈവേഴ്സിന്. സത്യം പറഞ്ഞാൽ ഒരുപാട് പേരുടെ ചോദിച്ചപ്പോഴത്തേക്കും പറയുന്നത് വെച്ചാൽ, നേരത്തെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ വാക്കൻസി ആയിരുന്നു ഡ്രൈവേഴ്സിന്. ഇപ്പം പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോലും തന്നെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം സാലറി ഒക്കെ ആയിട്ട് നല്ലൊരു പോസ്റ്റ് കിട്ടുന്ന ഒരു ജോലിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ആൾക്കാർ അത്യാവശ്യം ഉണ്ട്. പിന്നെ കുറെ ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഹയർ, അതായത് അത് വേറെ കൺട്രീസ് സെലക്ട് ചെയ്ത് പോകുന്നുണ്ട്, വാക്കൻസി വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കയറി പറ്റാൻ പാടാണ് ഈ ഡ്രൈവിംഗ് ഫീൽഡിലോട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ പോലും. പിന്നെ ഉള്ളൊരു ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട്. കിച്ചൺ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ കുക്കിംഗ്, അതായത് ഷെഫുമാർ കാണും ഇവിടെ. ഷെഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഇവർ ചൂസ് ചെയ്യുന്നത് മാൾട്ടീസ് ഷെഫുമാർ തന്നെയായിരിക്കും. കാര്യം കൂടുതലായിട്ട് നമ്മുടെ പ്രിപ്പറേഷനും കാര്യങ്ങളല്ല, നമ്മൾ ഈ സാൾട്ടും പെപ്പറും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള പരിപാടികളൊന്നുമല്ല. സ്പൈസി ആയിട്ടുള്ള ഫുഡ് അവർ അധികം യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അവർ കഴിക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല. നമുക്ക് അവരുടെ സത്യം പറഞ്ഞാൽ ഫുഡ് ഐറ്റംസിന്റെ പേര് പോലും പഠിക്കുന്ന വളരെ ടാസ്ക് ആണ്. 1 വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട് പോലും എനിക്ക് ഇന്ന് വരെ എല്ലാ ഫുഡ് ഐറ്റംസിന്റെ പേര്, അതായത് നമ്മളെ ഹോമുകളിൽ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഡയറ്റ് ഉണ്ട്, അവർക്ക് മെനു പ്ലാൻ ഉണ്ട്, അത് വെച്ച് കൊടുക്കുന്ന ഫുഡുകളുടെ പേര് പോലും ഞാൻ പോലും ഇന്നുവരെ പഠിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറെ ഡയറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കിച്ചൺ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഉണ്ട്. കിച്ചൺ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്, ഇപ്പം നമ്മുടെ ഡൈനിങ് ഉണ്ട്. അപ്പൊ ഡൈനിങ് ഇവർക്കാണെങ്കിൽ കട്ട്ലറീസ് വെച്ച് 3 പ്ലേറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഡൈനിങ് ആയിരിക്കും. നല്ല ലാവിഷ് ഫുഡ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. എമൗണ്ട് അല്ല കൂടുതലായിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, സൂപ്പ്, അത് കഴിഞ്ഞിട്ട് 2nd പ്ലേറ്റ് എന്തെങ്കിലും പയ്യോ അല്ലെങ്കിൽ പാസ്തയോ അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങളായിരിക്കും. ഈ ചിക്കൻ ലെഗ് മാത്രമായിരിക്കും, അത് വെജിറ്റബിൾസുമായിട്ട് വെക്കും. അത് കഴിഞ്ഞിട്ടൊരു ഡെസേർട്ട് ഉണ്ട്. അങ്ങനെ 3 പ്ലേറ്റ് അനുസരിച്ചുള്ള ഫുഡ് ഡൈനിങ്ങിൽ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് അത് സെർവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ പ്ലേറ്റ് എല്ലാം ഇപ്പം നമ്മുടെ ഡ്യൂട്ടിയിലുള്ള ആൾക്കാർ കളക്ട് ചെയ്ത് കിച്ചണിൽ വിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുക. ഇതിൽ പല ഫുഡ് ഐറ്റംസ് എന്ന് വെച്ചാൽ പുറത്തുനിന്ന് തന്നെ പ്രീ പ്രിപ്പയർഡ് ആയിരിക്കും. അത് കൊണ്ടുവന്നിട്ട് ഒരു ഫ്രോസൺ ആയിട്ട് കൊണ്ടുവന്നിട്ട് അതിന് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കി അത് ശരിക്കുള്ള ഫുഡ് ഐറ്റം ആയിട്ട് മാറ്റിയെടുക്കുന്ന രീതിയായിരിക്കും കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഷെഫിനെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ ചിലപ്പോൾ അതിനകത്ത് തന്നെ കിച്ചണിലെ ക്ലീനിങ് കാര്യങ്ങൾ, കിച്ചൺ അങ്ങനത്തെ വർക്കുകൾ. ഇനിയൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ആണ്. ഡൊമസ്റ്റിക് ഇപ്പോഴും വരുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ക്ലീനിങ് ഐറ്റംസ്, അതായത് ഇപ്പം എന്നാ പറയാ, നമ്മുടെ നാട്ടിലുള്ളത് പോലെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്ലോർ അത് ക്ലീൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ആ ക്ലീനിങ് കംപ്ലീറ്റ് നമ്മൾ ചെയ്യണം. ടോയ്ലറ്റുകൾ, വാള്, പ്രിന്റിങ്, പേപ്പർ, മറ്റേ ഇപ്പൊ നമുക്ക് ചുവരിലുള്ള ചിത്രങ്ങൾ പോലും ചിലപ്പോൾ അവർ ക്ലീൻ ചെയ്യിപ്പിക്കും നമ്മളെ കൊണ്ട്. ഡോറുകള്, പിന്നെ എന്താ സ്പ്രേയിങ് ഉണ്ട്. അങ്ങനെ കുറെ ഐറ്റം കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ഇപ്പൊ ഒരാളുടെ അടുത്ത് നമ്മൾ ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, ക്ലീൻ ചെയ്യും. പക്ഷെ ഇത് കൃത്യമായിട്ടുള്ള രീതിയിൽ കറക്റ്റ് സൂപ്പർവിഷനോടുകൂടി, ഇപ്പോൾ ഒരു 5 ക്ലീനേഴ്സ് ഉള്ള ഒരു ഹോം ആണെന്നുണ്ടെങ്കിൽ ആ 5 ക്ലീനേഴ്സിന്റെ മേലെ ഒരു സൂപ്പർവൈസർ കാണും. അവരുടെ വിത്ത് ഇൻസ്ട്രക്ഷനിലായിരിക്കും നമ്മൾ ആ പണി ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കാറ്റഗറി ആയിരിക്കും ഡൊമസ്റ്റിക് എന്ന് പറയുന്നത്. അവർക്കും അത്യാവശ്യം എന്താ പറയാ, ചിലപ്പോൾ ലിഫ്റ്റ് വരെ, അതായത് എനിക്കൊന്നും ക്ലീൻ സിറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നില്ല കാര്യം. അതിങ്ങനെ നമുക്ക് ക്ലീൻ സിറ്റി എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ച്, നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ ബോർഡ് കാണും ക്ലീൻ സിറ്റി, ഗ്രീൻ സിറ്റി എന്നൊക്കെ. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിലാണ് വ്യത്യാസം. ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ മാൾട്ടീസുകാർ പലരും വീടുകളിലായപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ചുവര് വരെ തുടയ്ക്കും. കംപ്ലീറ്റ് വൃത്തിയാണ് കേട്ടോ, ഭയങ്കര നീറ്റാണ്. അവരുടെ ഹോമുകളായിരുന്നാലും ഹോസ്പിറ്റലായിരുന്നാലും എല്ലാം നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിരിക്കും ഒരുവിധ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും. പിന്നെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ പോസ്റ്റിലെ, മാൾട്ട പോസ്റ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി മലയാളീസ് ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട് പോസ്റ്റിൽ. അതായത് നമ്മുടെ നാട്ടിലെ പോസ്റ്റ്മാൻ്റെ അതേ രീതിയിലുള്ള പരിപാടി തന്നെയാണ് ഇവിടെയും. മാൾട്ട പോസ്റ്റിലൊക്കെ ആണെങ്കിൽ സാധാരണ ഇവിടെ മലയാളീസ് ഒത്തിരി കയറുന്നുണ്ട്. പക്ഷെ
എനിക്ക് തോന്നുന്നു കുറച്ച് നമ്മളിപ്പോൾ എല്ലായിടത്തും നടന്നു പോകേണ്ടതല്ല, അവർക്ക് വണ്ടി കാണും, അതിൽ തന്നെ നമ്മൾ ഈ ഡെലിവറി ഡെലിവറി ചെയ്യുക. അതായത് ചിലപ്പം ഈ പോസ്റ്റ് വഴി, ഇവിടെ ഒത്തിരി പോസ്റ്റ് യൂസ് ചെയ്യുന്ന രീതിയുണ്ട് കേട്ടോ. നാട്ടിലാണെങ്കിൽ നമ്മൾ വല്ലപ്പോഴും വരുന്ന ഒരു ലെറ്ററോ അങ്ങനത്തെ PSCയുടെ ഒരു ജോലിയുടെ ഒരു പേപ്പറോ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ പോസ്റ്റ്. പക്ഷെ ഇവിടെയാണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ പോസ്റ്റ്. കാര്യം ഒരു അപ്പോയിന്റ്മെന്റ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്താൽ പോലും അത് ബൈ പോസ്റ്റ് വഴി അയക്കുള്ളൂ. അതിന് വിത്ത് എവിഡൻസ് ആണ് എല്ലാ കാര്യങ്ങൾക്കും. അപ്പൊ പോസ്റ്റിന് ഭയങ്കര പ്രാധാന്യമാണ്. പോസ്റ്റ് ഇഷ്ടം പോലെ വരും. അപ്പോൾ അത് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയുള്ള ആൾക്കാർ മലയാളീസ് ഒത്തിരി ഉണ്ട്. അപ്പം മാൾട്ട പോസ്റ്റിനകത്ത് നമുക്ക് ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് അവർക്ക് ഫീൽഡിൽ ഇറങ്ങണം. അപ്പോൾ ഒരു ഏരിയ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ആ പഴയ സെറ്റപ്പ് തന്നെയാണ് ഇപ്പോഴും നാട്ടിലാണെങ്കിൽ ഉള്ളതുപോലെ തന്നെ നമുക്ക് ആ ഏരിയ അനുസരിച്ച് ഇവിടെ എല്ലാ വീടുകൾക്ക് നമ്പറുണ്ട്. ഇപ്പോൾ ഫ്ലാറ്റ് നമ്പർ 1, ഇപ്പോൾ ഒരു അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അപ്പാർട്ട്മെന്റിന്റെ പേര് കാണും, ആ അപ്പാർട്ട്മെന്റ് ഓരോ ഫ്ലോറുകൾക്ക് നമ്പർ കാണും. ചിലപ്പോൾ ചിലതിന് ABC എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഫ്ലാറ്റ് ആണ്, അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കും ഓരോ ഏരിയ തിരിച്ച് ABC എന്ന് പറഞ്ഞിട്ട് അതിന് ബ്ലോക്ക് കാണും. ബ്ലോക്കിന് തന്നെ ഫ്ലാറ്റ് നമ്പർ 1, 2, 3 അങ്ങനെ കാണും. ഇപ്പോൾ പുതിയ ഫ്ലാറ്റുകൾക്കെല്ലാം നമ്പർ ലോക്ക് സിസ്റ്റം കാണും. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ താമസിക്കുന്ന ഫ്ലാറ്റിൽ എന്ന് പറഞ്ഞാൽ ഈ നമ്പർ ലോക്ക് സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ മാൾട്ട പോസ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങളവിടെ വന്നിട്ട് അവർ ആ നമ്പറിൽ പ്രസ് ചെയ്തിട്ട് കോൾ ചെയ്യും. താഴെയാണ്, അപ്പോൾ നമ്മൾ തുറന്നു കൊടുത്താൽ മാത്രമേ അവർക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ കോൾ ചെയ്യും. നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇത് മാൾട്ട പോസ്റ്റിൽ നിന്നാണ്, നിങ്ങൾക്ക് ഒരു പോസ്റ്റ് ഉണ്ട്, ഇന്ന അഡ്രസ്സിലുള്ള ആളുണ്ടോ, അപ്പോൾ അത് നിങ്ങൾ വന്ന് സാധനം കളക്ട് ചെയ്യണം, ഞങ്ങൾ താഴെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ID കാർഡില്ല, ഇവിടുത്തെ ID കാർഡും കൂടെ കൊണ്ട് താഴെ പോകണം. അപ്പോൾ അവരെന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ സാധനം തരും, റിസീവ് ചെയ്യുക, അവരുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ അവരുടെ ഫോണിനകത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുക, സാധനം തരും, തിരിച്ചു പോകും. ഇതാണ് പോസ്റ്റിന്റെ അവരുടെ ഒരു ജോലി കാറ്റഗറി. അപ്പോൾ ഇത് ഒരു ഏകദേശം കുറച്ച്, അതായത് ഞാൻ എല്ലാം ഒന്നും പറയില്ല, എനിക്ക് എല്ലാത്തിനെ കുറിച്ച് അറിയൂല. ഏകദേശം അത്യാവശ്യം കൂടുതലായിട്ട് നാട്ടിൽ നിന്ന് റിക്രൂട്ട്മെന്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുടെ ജോലിയും അവരുടെ ജോലി കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആരും മോശപ്പെട്ട രീതിയിലോട്ടൊരു ലെവലിലോട്ട് കൊണ്ടുപോകില്ല നമ്മൾ അനുവദിച്ചില്ലെങ്കിൽ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിവിടെ ജോലിക്ക് സേഫ്റ്റി ഉണ്ട്, എല്ലാത്തിനും റൂൾസ് കാര്യങ്ങളുണ്ട്. പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ള മേഖലയാണെങ്കിൽ പോലും മാൾട്ടയുടെ നിയമം അനുസരിച്ച് നമ്മൾ അങ്ങനെ പറ്റിക്കാൻ പറ്റില്ല. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് വേറെ കാര്യം, ഇപ്പൊ നമ്മുടെ ഒത്തിരി സ്റ്റോറുകളുണ്ട്, ഷോപ്പുകളുണ്ട്, മലയാളീസിന്റെ ഷോപ്പുണ്ട്, മാൾട്ടീസുകാരുടെ ഷോപ്പുണ്ട്. ഷോപ്പിൽ നമുക്ക് ഷോപ്പ് കീപ്പറായിട്ട് നിൽക്കാൻ പറ്റും. പിന്നെ ഈ ഫിഷ് മാർക്കറ്റുകളുണ്ട്. ഫിഷ് മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോപ്പ് തന്നെ ആയിരിക്കും അതും അവിടെ കട്ട് ചെയ്യാനും. അപ്പൊ നമ്മളിപ്പോൾ ഫിഷൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്താൽ കൊടുക്കുന്നത്. അതിനും ഒത്തിരി ആൾക്കാർ ഇവിടെ ജോലിക്ക് നിൽക്കുന്നുണ്ട്. എന്ത് ജോലി ചെയ്യാനും മനസ്സുണ്ട്, നമ്മളത് തയ്യാറാണ്. നമുക്കത് മോശമായിട്ടുള്ളൊരു ചിന്താഗതി ഇല്ല. എന്ത് ജോലി ചെയ്യാനും മാന്യമായിട്ടുള്ള, ഇപ്പൊ മോഷണം പോയിട്ട് മാന്യമായിട്ടുള്ള എന്ത് ജോലി ചെയ്യാനും മനസ്സിന് വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ഉറപ്പായിട്ട് കിട്ടും. അത് ചെയ്യാൻ നിങ്ങൾ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കയറി പോകുന്നോ ഒരു പ്രശ്നമില്ല. പക്ഷെ ഒരു മുതൽ മുടക്കം എന്ന് പറയുന്ന കാര്യം കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് വരാൻ പറ്റുമെങ്കിലും നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ഒരു ഏജൻസിയെ ചൂസ് ചെയ്യും. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റിജക്ഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എപ്പോഴും ഏജൻസിയെ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഇപ്പൊ നേരിട്ട് ചെയ്യാൻ പറ്റി വരുന്നവരുണ്ടെങ്കിൽ അത് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ജോലി എന്തായാലും കണ്ടെത്താൻ പറ്റും. നിങ്ങൾ അങ്ങനെ പേടിക്കുകയൊന്നും വേണ്ട. പക്ഷെ ആദ്യം കൊടുക്കുന്ന ഒരു മുതൽ മുടക്കം എന്ന് പറഞ്ഞാൽ എങ്ങനെ എല്ലാ കാറ്റഗറിക്കും ഇപ്പോൾ ഒരു 7-7.5 ലക്ഷം രൂപയാണ് എല്ലാ മിനിമം ജോലിക്ക് വേണ്ടിയിട്ട് ഏജൻസിക്കാർ വാങ്ങുന്നത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും പോയി രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ആർക്കെങ്കിലും ഇനി മാൾട്ടയെക്കുറിച്ച്, ഇനി ജോലി കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കേൾക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. നന്ദി, നമസ്കാരം.